നമസ്കാരം. മുഖ്യമന്ത്രി സ്ഥാനത്തിനായി ബി.ജെ.പിയും ശിവസേനയും തമ്മിലുള്ള വടംവലിയും രണ്ടാഴ്ചത്തെ സസ്പെൻസിനും ശേഷം ദേവേന്ദ്ര ഫട്നാവിസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു. ശിവസേന നേതാവ് ഏക്നാഥ് ഷിൻഡെയും എൻ.സി.പി നേതാവ് അജിത് പവാറും ഉപമുഖ്യമന്ത്രിമാരായപ്പോൾ നിലവിലുള്ള 1+2 ഫോർമുലയാണ് പിന്തുടർന്നത്. എന്നാൽ ഇക്കുറി ഫട്നാവിസിന് മേൽക്കൈ ഉണ്ടായെന്ന് മാത്രം. 6 തവണ MLA ആയതിനു പുറമെ 3 വട്ടം മുഖ്യമന്ത്രിയായിരിക്കുന്നു ഫട്നാവിസ്. തിരയടങ്ങിയെന്ന് കരുതി തീരത്ത് വീട് വെക്കരുത്, ഞാൻ കടലാണ്, തിരിച്ചുവരും. 2019 അജിത് പവാറിന്റെ പിന്തുണയോടെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി 4 ദിവസത്തിനുള്ളിൽ രാജിവെക്കേണ്ടി വന്ന ദേവേന്ദ്ര ഫട്നാവിസ് എന്ന ബി.ജെ.പി നേതാവ് പറഞ്ഞ ഒരു മാസ് ഡയലോഗായിരുന്നു ഇത്. അത് പൂർണ്ണമായും ശരിയായത് 2024-ലാണ്. അതിനിടെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം ശക്തമായ തിരിച്ചടിയാണ് മഹായുതി എന്ന് വിളിക്കുന്ന എൻ ഡി എ സഖ്യത്തിന് മറാത്ത മണ്ണിൽ നേരിട്ടത്. ഇത്തവണ ഭരണവിരുദ്ധ വികാരം കൂടി കണക്കിലെടുക്കുമ്പോൾ മഹായുതി സഖ്യത്തിന് തിരിച്ചടി ഉണ്ടാവുമെന്നായിരുന്നു പൊതുവെ കരുതിയത്. എന്നാൽ മോദിയുടെ പേരിൽ വോട്ട് പിടിക്കുക എന്ന പഴയ ടെക്നിക്ക് വിട്ട് പ്രാദേശിക രാഷ്ട്രീയവും സംവരണവും വികസന പ്രശ്നവും ഒക്കെ എടുത്തുകാട്ടി ജാതി പാർട്ടികളെ ഹിന്ദു ഐക്യം പറഞ്ഞുവെട്ടി RSSുമായി തനിക്കുണ്ടായിരുന്ന അടുത്ത ബന്ധം വീണ്ടും പുനഃസ്ഥാപിച്ച് ദേവേന്ദ്ര ഫട്നാവിസ് എന്ന 54-കാരൻ നടത്തിയ തന്ത്രങ്ങളാണ് സഖ്യത്തെ ചരിത്ര വിജയത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. ശരിക്കും ഫട്നാവിസിന്റെ മധുര പ്രതികാരമാണിത്. തന്നെ താഴെയിറക്കിയ ഉദ്ധവ് താക്കറെയെ പഞ്ചറാക്കി. ശരത് പവാറിന്റെ NCPയുടെ അവശേഷിക്കുന്ന പല്ലുകൾ അടിച്ചുകൊഴിച്ചു. കോൺഗ്രസിനെയും നിഷ്കാസനം ചെയ്തു. ബി.ജെ.പിയും ശിവസേന ഷിൻഡെ പക്ഷവും NCP അജിത് പവാർ പക്ഷവും ഉൾപ്പെടുന്ന മഹായുതി 288-ൽ 234 സീറ്റുമായിട്ടാണ് ഭരണം നിലനിർത്തിയിരിക്കുന്നത്. ബി.ജെ.പി 132ഉം ശിവസേന ഷിൻഡെ വിഭാഗം 57 സീറ്റുകളാണ് സ്വന്തമാക്കിയത്. NCP അജിത് വിഭാഗം 41 സീറ്റും നേടി. പ്രതിപക്ഷത്തുള്ള ശിവസേന ഉദ്ധവ് വിഭാഗം ഉൾപ്പെട്ട മഹാവികാസ് അഘാഡി 48 സീറ്റുകളിൽ ഒതുങ്ങി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൂറ്റൻ തോൽവിയിൽ നിന്നാണ് മാസങ്ങൾക്ക് ശേഷം അവർ കരകയറിയിരിക്കുന്നത്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ശരിക്കും ഒരു രാഷ്ട്രീയ അത്ഭുതമാണ് മഹാരാഷ്ട്രയിൽ നടന്നിരിക്കുന്നത്. അതിന് 2 കാരണങ്ങളാണ് ടൈംസ് ഓഫ് ഇന്ത്യ പോലുള്ള ദേശീയ മാധ്യമങ്ങൾ എടുത്തു കാട്ടുന്നത്. ഒന്ന്, RSSന്റെ അതിശക്തമായ ഇടപെടൽ. 2, അമിത്ഷായ്ക്ക് ശേഷം ബി.ജെ.പിയിലെ പുതിയ രാഷ്ട്രീയ ചാണക്യനായി ഉയർന്നു വന്ന ദേവേന്ദ്ര ഫട്നാവിസിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾ. ഇപ്പോൾ മറാത്ത മുഖ്യമന്ത്രിയായി വീണ്ടും ഫട്നാവിസ് തന്നെ അധികാരത്തിലേറിയിരിക്കുകയാണ്. വാർഡ് മെമ്പർ സ്ഥാനത്ത് നിന്ന് പടിപടിയായി ഉയർന്ന സംസ്ഥാന മുഖ്യമന്ത്രിയായ അപൂർവ കഥയാണ് ഫട്നാവിസിൻ്റേത്. 2014-ൽ സീനിയർ നേതാക്കളെയൊക്കെ പിന്തള്ളി ആ 44-കാരൻ മഹാരാഷ്ട്ര പോലെ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായ ഒരു രാജ്യത്തിന്റെ മുഖ്യമന്ത്രിയാവുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല. പ്രമോദ് മഹാജൻ, ഗോപിനാഥ് മുണ്ഡെ, നിതിൻ ഗഡ്കരി, ഏക്നാഥ് ഖഡ്സെ തുടങ്ങിയ മഹാരാഷ്ട്ര ബി.ജെ.പി രാഷ്ട്രീയത്തിലെ വമ്പന്മാരുടെ പേരാണ് അന്ന് പറഞ്ഞു കേട്ടിരുന്നത്. പക്ഷേ MLA എന്ന നിലയിലുള്ള പ്രവർത്തന മികവും വാക്ചാതുര്യവും ഉണ്ടെങ്കിലും ഇവർക്ക് പിന്നിൽ 2ാം നിരയിലാണ് ഫട്നാവിസ് നിന്നിരുന്നത്. 2013-ൽ ഗോപിനാഥ് മുണ്ഡെ പക്ഷവും ഗഡ്കരി വിഭാഗവും തമ്മിൽ വടംവലി മുറുകിയപ്പോൾ അനുരഞ്ജന സ്ഥാനാർത്ഥിയായാണ് ഫട്നാവിസ് സംസ്ഥാന അധ്യക്ഷ പദവിയിലെത്തിയത്. അതോടെ പാർട്ടിയിലെ ഗ്രൂപ്പിസം നന്നായി കുറഞ്ഞു. ഫട്നാവിസിന് കാര്യങ്ങൾ ചെയ്യാൻ അറിയാമെന്ന് ദേശീയ നേതൃത്വം വിശ്വസിച്ചത് അതോടെയാണ്. 2014-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി സേനാ സഖ്യത്തിന് 48-ൽ 41 സീറ്റും നേടാൻ മുന്നിൽ നിന്ന് പടനയിച്ചത് ഫട്നാവിസ് ആയിരുന്നു. തൊട്ടു പിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 288-ൽ 122 സീറ്റുമായി ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം നേടി. അപ്പോഴും പാർട്ടിയിൽ ഗ്രൂപ്പിസം വന്നു. ഏക്നാഥ് ഖഡ്സെ മുഖ്യമന്ത്രിയാകുമെന്ന് കരുതിയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പാർട്ടി അധ്യക്ഷൻ അമിത്ഷായും ഫട്നാവിസിന് വേണ്ടി വാദിച്ചു. അങ്ങനെയാണ് വെറും 44-ാം വയസ്സിൽ മഹാരാഷ്ട്രയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ 2ാമത്തെ മുഖ്യമന്ത്രിയായി ഫട്നാവിസ് അധികാരമേൽക്കുന്നത്. പക്ഷേ കുറച്ചു കാലം കൊണ്ട് തന്നെ മഹാരാഷ്ട്രയിലെ ഏറ്റവും ജനകീയനായ മുഖ്യമന്ത്രിയായി മാറി.